2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 98 സീറ്റുമായാണ് VS അച്യുതാനന്ദൻ അധികാരത്തിൽ എത്തിയത്. എന്നാൽ വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നത് PJ ജോസഫാണ്. PJ ജോസഫ്, മോൻസ് ജോസഫ്, TU കുരുവിള എന്നിവരാണ് ജോസഫ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നത്. ഇവരെയാണ് പയ്യെ ചാടിച്ച് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KM മാണി തൻ്റെ പാർട്ടിയുമായി ലയിപ്പിച്ച് മാണി കോൺഗ്രസ് വിപുലീകരിച്ചത്. അന്ന് 9 സീറ്റുകളാണ് KM മാണിയുടെ വിഭാഗത്തിന് കിട്ടിയത്. അതിൽ 2 പേർ ജോസഫ് ഗ്രൂപ്പിലുള്ള നേതാക്കളാണ്. PJ ജോസഫ് എന്ന തൊടുപുഴയിലെ MLA-യും അതുപോലെ കടുത്തുരുത്തി MLA ആയിരുന്ന മോൻസ് ജോസഫും. വാസ്തവത്തിൽ ഈ 2 MLA-മാർ കൂടി ഉള്ളത് കൊണ്ടാണ് KM മാണിക്ക് അന്ന് ധനകാര്യവും അതുപോലെ നിയമവകുപ്പും ഒരുമിച്ച് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ 2001 UDF-ൻ്റെ കീഴ്വഴക്കം എന്ന രീതിയിൽ റവന്യൂ വകുപ്പ് മാത്രമേ കൊടുക്കുകയുള്ളായിരുന്നു. KM മാണിയെ സംബന്ധിച്ചുള്ളത് തൻ്റെ പാർട്ടിയെ നിലനിർത്താൻ ഇടുക്കി മേഖലയിൽ സഹായിച്ചത് തന്നെ PJ ജോസഫാണ്. അതുകൊണ്ട് തന്നെ PJ ജോസഫിന് അനിവാര്യമായ സ്ഥാനമായി വർക്കിംഗ് ചെയർമാൻ സ്ഥാനമാണ് KM മാണി കൊടുത്തത്. എന്നാൽ KM മാണിയുടെ വിയോഗത്തിന് ശേഷം ജോസ് കെ മാണി രാഷ്ട്രീയ വഞ്ചനയാണ് PJ ജോസഫിനോടും കൂട്ടരോടും കാണിച്ചത്. അതിൻ്റെ ഫലമായാണ് PJ ജോസഫിനെ പുറത്താക്കുകയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചിഹ്നവും കൊടിയും എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് ജോസ് കെ മാണി കരുത്ത് കാണിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആകെ അന്താളിപ്പിലാണ്. കാരണം പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത്. ഇതോടുകൂടി ജോസ് കെ മാണിയുടെ കട്ടയും പടവും മടങ്ങും. മാത്രമല്ല വലിയൊരു വിഭാഗം PC തോമസിനെ അനുകൂലിക്കുന്ന നേതാക്കളും ഇപ്പോൾ PJ ജോസഫുമായി സഖ്യം കൂടി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഫ്രാൻസിസ് ജോർജിൻ്റെ വിഭാഗം PJ ജോസഫുമായി ചേർന്നതുകൊണ്ടാണ് കോട്ടയം ലോക്സഭാ സീറ്റിൽ ഫ്രാൻസിസ് ജോർജിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ പാർട്ടിയെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തകർന്നടിയുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പാരമ്പര്യമാണ്. ഇടതുപക്ഷവുമായി സഹകരിച്ചതിൻ്റെ പേരിൽ മധ്യ തിരുവിതാംകൂറിൽ ജോസ് കെ മാണിയെ ജനങ്ങൾ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭ മാത്രമല്ല ഒരു മേഖലയിൽ ഇനി ജോസ് കെ മാണിക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല. PJ ജോസഫ് ലക്ഷ്യം വയ്ക്കുന്നത് വലിയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. വാസ്തവത്തിൽ ആ ഗ്രൂപ്പിനെ ഇപ്പോൾ നയിക്കുന്നത് കടുത്തുരുത്തി MLA മോൻസ് ജോസഫാണ്. അപ്പു ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടെങ്കിൽ പോലും മോൻസ് ജോസഫാണ് നിലവിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എല്ലാം തന്നെ എടുക്കുന്നത്. 2026 UDF അധികാരത്തിലേക്ക് വരും എന്ന് ഉറപ്പിക്കുന്ന മട്ടിൽ പാലായിലെ സീറ്റ്, അതായത് നിലവിലെ മാണി സി കാപ്പൻ പ്രതികരിക്കുന്ന സീറ്റ് കൂടി ജോസഫ് ഗ്രൂപ്പ് മാണി സി കാപ്പനെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് വിപുലീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാനും നീക്കം നടക്കുന്നുണ്ട്. PC ചാക്കോ NCP-യുമായി ഉടക്കിൻ്റെ ഭാഷയിലായിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തോമസ് കെ തോമസ് നേടിയെടുക്കുകയും ചെയ്തു. ഇതോടെയാണ് PC ചാക്കോയെ കൃത്യമായും ജോസഫ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്.